സോ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 7 ഡെസിമൽ. സ്ക്രീൻ കാണുന്നില്ല. ഓക്കെ ആണോ? അതിൽ 32 ക്വസ്റ്റ്യൻ നമ്പർ 32 ഇനി ഒരു തവണയും കൂടി എക്സ്പ്ലനേഷൻ തരാം, നന്നായി ശ്രദ്ധിച്ചോളൂ. 0.7 into 6 divided by 10 into 42. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് is equal to 1. ഏതാണ് 1-ന് ഈക്വൽ ആവുക? ഇതാണ് ക്വസ്റ്റ്യൻ. സോ 0.7നെ നമുക്ക് എങ്ങനെ എഴുതാം? 7/10 എന്ന് എഴുതാം അല്ലേ? 7/10 എന്ന് എഴുതി കൂടെ? ഇവിടെ ഓൾറെഡി ഒരു 10 ഉണ്ട്, അതെടുത്ത് എഴുതി. പിന്നെ ഓൾറെഡി ഒരു 42 ഉണ്ട്, മേലെ ഒരു 6 ഉണ്ട്. ക്ലിയർ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ക്യാൻസൽ ചെയ്യുക. 7 42-ൽ 6 ടൈംസ് ഉണ്ട്, 6-ൽ 1 ടൈം ഉണ്ട്. 10 into 10 100 വരിക, മേലെ ഒന്നുമില്ല അല്ലേ? സോ 1/100. 1/100-നെ ഡെസിമലിൽ എങ്ങനെ എഴുതുക? 0.01. യെസ്, കറക്റ്റ്. ഇനി അടുത്തത് വന്നിട്ട് 0.7 into 6 divided by 1.0 into 4.2 ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചാൽ 0.7നെ നമുക്ക് എഴുതാം 7/10 എന്ന് എഴുതാം. ഇൻറ്റു 6 അങ്ങനെ തന്നെ എഴുതുക. താഴെ 1.0നെ 1 തന്നെ എഴുതുക. ഇൻറ്റു 4.2നെ നമുക്ക് 42/10 എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇനി 7 6 are 42 വരും. താഴെ 10 ഡിവൈഡഡ് ബൈ 1 into 42 ഡിവൈഡഡ് ബൈ 10. ഇപ്പോൾ 42 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 10/42 എന്ന് വരും. ഇതിന് എന്ത് ചെയ്യണം? ഉൾട്ടാ ചെയ്യണം. 42 ക്യാൻസലായി 1 ടൈം, 10 ക്യാൻസലായി 1 ടൈം. സോ 1 1s are 1, താഴെയും 1 1s are 1. 1/1 എത്രയാണ്? 1 തന്നെയാണ്. സോ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി തേർഡ് ഓപ്ഷൻ കൂടി ചെക്ക് ചെയ്യാം. 0.7 into 0.6 divided by 10 into 4.2. ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ 7/10 ഇൻറ്റു 6/10 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 4 2/10. മേലെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 42, താഴെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 100, താഴെ ഇവിടെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 420, താഴെ വന്നിട്ട് 10. 42/100 ഇൻറ്റു ഇതിനെ ഉൾട്ടാ ചെയ്യണം. സോ 10/100-ൽ 10 ടൈംസ് ഉണ്ട്. 42 420-ൽ 10 ടൈംസ് ഉണ്ട്. സോ ഇവിടെ 1 ഇവിടെ 1, 1/100. എഗെയിൻ നമുക്ക് വരുന്നത് 0.01. നാലാമത്തെ ഓപ്ഷൻ 7.0 ഇൻറ്റു 6.0 ഡിവൈഡഡ് ബൈ 1.0 ഇൻറ്റു 4.2. അപ്പോൾ 7.0 പറഞ്ഞാൽ നത്തിങ് ബട്ട് 7 തന്നെയാണ്. 6.0 6 തന്നെയാണ്. ഡിവൈഡ് ബൈ 1.0 1 തന്നെയാണ്. 4.2 42/10. മേലെ വന്നിട്ട് 7 6 are 42 ഡിവൈഡഡ് ബൈ 1 into 42 ഡിവൈഡഡ് ബൈ 10. ഇങ്ങനെയാണ് വരിക. സോ ഇങ്ങനെ 3 സംഖ്യ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 10/42 എന്ന് എഴുതി കൊടുക്കുക. ഇതും ക്യാൻസൽ ചെയ്താൽ നമുക്ക് 10 ആണ് വരുന്നത്. സോ ആൻസർ എത്രയായിരിക്കും? ഓപ്ഷൻ 2 തന്നെയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ
133 ആണ്. Which one of the following is equal to 9? ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങളിത് ചെയ്തിട്ട് പറയണം കേട്ടോ. 15 ഇൻറ്റു 0.006, രണ്ടാമത്തത് 15 ഇൻറ്റു 0.006 third one 150 into 0.600, നാലാമത്തത് 15 into 0.600. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇതിൽ ഒരു പ്രശ്നം വരുന്നില്ല. 15 ഇൻറ്റു 0.006 ഒന്നും പ്രശ്നം വരുന്നില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ 6ൻ്റെ ശേഷം, ഈ പോയിന്റ് ശേഷം ഈ 0ന് വാല്യൂ ഉണ്ട്, ഈ 6ന് വാല്യൂ ഉണ്ട്. ഈ 6ൻ്റെ ശേഷം വരുന്ന ഈ 0ന് വാല്യൂ ഇല്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ 15 ഇൻറ്റു 0.06 എന്ന് എഴുതിയാൽ മതിയാവും. അതേപോലെ ആരും ഒന്ന് അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്, ഒന്ന് മ്യൂട്ടാക്കൂ. ഇൻറ്റു ഇവിടെ പോയിൻ്റ് ശേഷം 6 ഇല്ലേ, ഇത് കഴിഞ്ഞ് വരുന്ന 2 0ന് വാല്യൂ ഇല്ല. അപ്പോൾ 0.6 മാത്രം എഴുതിയാൽ മതി. അതേപോലെ ഇവിടെ 15 ഇൻറ്റു 0.6, ഇത് കഴിഞ്ഞ് വരുന്ന 00ന് വാല്യൂ ഇല്ല. 0.6 മാത്രം എഴുതിയാൽ മതി. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 15 ഇൻറ്റു 6 മാത്രം ആദ്യം ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതിലേത് ഓപ്ഷൻ എന്നുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് 15 ഇൻറ്റു 6 എത്രയാണെന്ന് ചെയ്ത് നോക്കുക. എത്രയാണ് വരുന്നത് നോക്കൂ. 5 ഇൻറ്റു 6 30, 90 നമുക്ക് വരുന്നത്. ഓക്കെ, 90 വരുന്നത്. നമുക്ക് എത്രയേ വേണ്ടുള്ളൂ? 9 വേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു പോയിൻ്റ് ക്വസ്റ്റ്യനിൽ തന്നെ മാറ്റി നിർത്തിയിട്ട് എവിടെയാണോ ഉള്ളത് അതാണ് നമ്മളുടെ ആൻസറായിട്ട് വരിക. അപ്പോൾ ഇതിൽ ഏത് ആൻസറായിട്ട് വരും? ഒരു പോയിൻ്റ് ശേഷം ഒരു ഡിജിറ്റേ പാടുള്ളൂ, ഒരു പോയിൻ്റ് ശേഷം ഒരു ഡിജിറ്റേ പാടുള്ളൂ. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണ് വരിക? സെക്കൻഡോ? ഇതാണെങ്കിൽ എൻ്റെ ആൻസർ ലാസ്റ്റ് വൺ ആണ് കറക്റ്റ്. കിഷാൻ നോക്കൂ, ഇതിന് ആൻസർ വന്നിട്ട് 90 വരിക. പിന്നെ ഇവിടെ പോയിൻ്റ് വെച്ച് ഒരു സൈഫർ ഉണ്ട്, ഇവിടെ ഒന്നുമില്ല, മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മൾ ആഡല്ലേ ചെയ്യേണ്ടത്. ഇവിടെ ഒന്നുമില്ല, അപ്പോൾ 0. ഇവിടെ 1 ഉണ്ട്, അപ്പോൾ +1. അപ്പോൾ എത്ര വരും? 1. അപ്പോൾ പോയിൻ്റ് വന്നിട്ട് ഒരു സ്ഥാനം വലത്തേ വശത്ത് നിന്ന് വരുമ്പോൾ ഒരു സ്ഥാനം തള്ളി പോയിൻ്റ് വയ്ക്കണം. സോ ആൻസർ ഓപ്ഷൻ 4 ആണ്. ഓക്കെ ആണോ കിഷാൻ? Question number 34. 0.231 minus 0.02 is equal to. ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്ന തന്നെ ഉള്ളൂ, വേഗം ചെയ്യൂ. Zero point 211. 1 വരുമോ? 11 വരുമോ? 29 വരുമോ? അല്ലല്ല, സോറി, കറക്റ്റാണ്. 11. 0.231 minus 0.02. ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 2. കറക്റ്റാണ് കേട്ടോ.
ഇതാരാ ആൻസർ പറഞ്ഞത്? ദയയല്ലേ? ആ കറക്റ്റാണ് ദയ. അടുത്ത ക്വസ്റ്റ്യൻ 35. 3 into 12 divided by 10. ഇത് എത്ര വരും? 0.36, 3.12, 3.60, 31.2. സെക്കൻഡ് വണ്ണ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടടാ, അത് ശ്രദ്ധിച്ചില്ലേ? തേർഡ് വണ്ണ. സോ ഇവിടെ മേലെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 36 ഡിവൈഡഡ് ബൈ 10. 1ൻ്റെ ശേഷം ഒരു സൈഫർ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പോയിന്റ് തള്ളി, അല്ല, ഒരു പോയിന്റ് ശേഷം ഒരു ഡിജിറ്റേ പാടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ 6ൻ്റെ ശേഷം മീൻസ് പോയിന്റ് ശേഷം ഒരു ഡിജിറ്റ് ഉണ്ട്. ആ ഡിജിറ്റ് കഴിഞ്ഞ് വരുന്ന സീറോന് വാല്യൂ ഇല്ല. ഇതിൻ്റെ ആൻസർ വന്ന് 3.6. അതിന് ഇവിടെ കിട്ടിയിരിക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ 3. ഓക്കെ ആണോ? 36 ക്വസ്റ്റ്യൻ നമ്പർ ന്യൂട്ടാക്കിക്കോളൂ കേട്ടോ. 77 divided by 5 may be written as. So first വന്ന് 15.4, സെക്കൻഡ് വന്ന് 15.24, തേർഡ് വന്ന് 15.04, ഫോർത്ത് വന്ന് 1.54. എഴുപത്തേഴിനെ ആദ്യം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അത്ര തന്നെ, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചെയ്ത ഡെസിമലിൽ തന്നെ ആൻസർ വരുള്ളൂ. പറയൂ. അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ? ആ 7നെ സോറി ഫസ്റ്റ് 27. ഫസ്റ്റ് വൺ അവന്തിക കൂടെ ചെയ്യട്ടെ, ഇഷാൻ കൂടി ചെയ്യട്ടെ. വേഗം പറയൂ ഇത് ആൻസറിന്. 15.4 ആണോ? കറക്റ്റ് എടുത്തയോ? 15.4 തന്നെ. സോ 7 വന്നിട്ട് 5 വന്നിട്ട് ഒരു തവണയുണ്ട്, ബാലൻസ് 2 വന്നു. ഈ 7നെ താഴെ ഇറക്കി. 27 5 തവണയാണ് ഉള്ളത്, 25 വരും. 25, ബാലൻസ് 2 വരും. ഇപ്പോൾ നമുക്ക് 2ൽ 5 പോവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 0 ചേർക്കണം. അപ്പോൾ ഇവിടെ പോയിന്റ് വെച്ചിട്ട് ഇവിടെ ഒരു 0 ചേർത്തു. ഇനി നമുക്ക് വരുന്നത് 20ൽ 5 4 തവണയാണ്. പറഞ്ഞോളൂ. തേർഡ് വൺ അല്ല, 15.4 ഫസ്റ്റ് വൺ ആണ്. ഇതിന് 2 തരത്തിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ 10 ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം മാറി കിട്ടും. സോ 77/5നെ ഇവിടെ 10 ആക്കണമെങ്കിൽ മേലെയും താഴെ 2 കൊണ്ട് മ്യൂട്ടാക്കൂ. എല്ലാവരും ഒന്ന് മ്യൂട്ടാക്കൂ. ആ ഓക്കെ. 77 into 2 divided by 5/2. ഇങ്ങനെ ഒരു സംഖ്യ കൊണ്ട് മേലെയും താഴെയും മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ ഒന്നും മാറില്ല. ഇനി 77നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എത്രയാണെന്നറിയോ? 154. താഴെ 5നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 10 ആണ് കിട്ടുന്നത്. ഇനി എളുപ്പമായില്ലേ നമ്മളുടെ കാര്യങ്ങളൊക്കെ?
10 എന്ന് വെച്ച് കഴിഞ്ഞാൽ മേലെ എന്ത് വരും? ഒരു സ്ഥാനമായി വരാൻ പാടുള്ളൂ പോയിൻ്റ് ശേഷം. സോ ഇങ്ങനെയും ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 0.3636 ഡിവിഷൻ 0.06 is equal to. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു പ്രയാസം തോന്നുന്നുണ്ട് എങ്കിൽ ഈ നമ്പറിനെ ഡെസിമൽ നിന്ന് ഫ്രാക്ഷനിലേക്ക് മാറ്റൂ. സോ 0.3636നെ എങ്ങനെ ഡെസിമലിൽ നിന്ന് ഫ്രാക്ഷനിലേക്ക് മാറ്റുക എന്ന് വെച്ചാൽ ഈ നമ്പേഴ്സൊക്കെ എഴുതൂ. എന്നിട്ട് പോയിൻ്റ് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്? 4 ഡിജിറ്റ്. ഒന്നിൻ്റെ ശേഷം 4 സൈഫർ ഇട്ട് കൊടുത്തോളൂ. പിന്നെ 0.06 ഇതെങ്ങനെ ചെയ്യുക? 6ൻ്റെ ശേഷം 6ൻ്റെ താഴെ പോയിൻ്റ് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ്. സോ 100 എഴുതി കൊടുത്തോളൂ. ഇനിയാണ് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. ഇതിന് പകരം നമ്മൾ മേലുള്ള ഫ്രാക്ഷൻ എഴുതി കൊടുക്കണം. ഓക്കെ, ഡിവൈഡഡ് ബൈ 6/100. ഇപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ 3636 ഇൻറ്റു ഇതിൻ്റെ ഉൾട്ട. അപ്പോൾ 100/6. 1 2 2 0 ക്യാൻസലായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 6 കൊണ്ട് 3633നെ ഡിവൈഡ് ചെയ്യണം. 36ൽ 6 തവണ ഒരു 0 ചേർത്തിട്ട് വേണം 6 എഴുതാൻ. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കാണിച്ചു തരാം. 3ൽ 6 36 എടുക്കും. അപ്പോൾ 6 36 മൈനസ് ചെയ്തു, 0 വന്നു. ഈ 3ന് മാത്രം എടുത്തപ്പോൾ എനിക്കിവിടെ 6 കൊണ്ട് 3ൽ വെറും 3ൽ 6 ഇല്ലല്ലോ. അപ്പോൾ അടുത്ത സംഖ്യ എനിക്ക് അപ്പം തന്നെ ഇറക്കണം. അത് കാരണം ഇവിടെ ഒരു 0 ആഡ് ചെയ്യണം. പോയിൻ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല, വെറുതെ 0 മാത്രം ആഡ് ചെയ്താൽ മതി. 36ൽ 6 എഗെയിൻ 6 തവണയുണ്ട്. അങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മൾ എഴുതുമ്പോൾ 606 ഡിവൈഡഡ് ബൈ ഇവിടെ എത്രയുണ്ട്? 100 എഴുതി കൊടുത്തു. ഇനി എത്രയായിരിക്കും ആൻസർ വരിക? 6.06. എത്രയാണ്? 6.06. ഓക്കെ ആണോ? Question number 38. How will you express fraction 2/25 in decimal? വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഫ്രാക്ഷൻ വന്നിട്ട് ആക്കണമെങ്കിൽ, അല്ല, ഈ ഫ്രാക്ഷന് വന്നിട്ട് ഇൻ ടേംസ് ഓഫ് 100 എങ്ങനെയെന്ന് വെച്ചാൽ ബൈ 100 ആക്കണമെങ്കിൽ വളരെ എളുപ്പമാണ്. 2/25നെ 4 ടൈംസ് കൊണ്ട് 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു എങ്കിൽ താഴെ 100 ആവില്ലേ, മേലെ എത്രയാവും? 8 ആവില്ലേ. ഇനി എളുപ്പമല്ലേ? 0.08 ആൻസർ. അപ്പോൾ താഴത്തെ നമ്പറിനെ മാക്സിമം 100 ആക്കാനായിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായി കാര്യങ്ങൾ. ഇല്ലെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് 2നെ 25 കൊണ്ട് ഡിവിഷൻ ചെയ്യണം, ഹരിക്കണം. അപ്പോൾ ആദ്യം ഇവിടെ 2 ആണ് ഉള്ളത്. 2ൽ 25 ഇല്ല. 2 ചെറിയ നമ്പറല്ലേ, 25നേക്കാളും. അപ്പോൾ ഇല്ല എന്നാണ് പറയേണ്ടത്. ഇനി 0 വെച്ച് പോയിൻ്റ് വെച്ച് ഇവിടെ ഒരു 0 ചേർത്ത്. ഇപ്പോഴും 20 വന്ന് 25നേക്കാളും ചെറുതാണ്. അപ്പോഴും നമുക്ക് പറ്റില്ല. വീണ്ടും ഒരു സൈഫർ ചേർത്ത്, ഇവിടെയും ഒരു സൈഫർ. 200ൽ 25 എത്ര തവണയുണ്ട്? 25ൻ്റെ ടേബിൾ എഴുതൂ. 25 × 1 25, 25 × 2 50, 25 × 3 75, 25 × 4 100, 25 × 5 125, 25 × 6 150, 175, ഇവിടെ 200. 8 തവണ. സോ 8. ഏത് മെത്തേഡാണ് നമുക്ക് ഈസി ആയിട്ട് തോന്നുന്നത്? ഫസ്റ്റ് വൺ അല്ലേ? എപ്പോഴും താഴെ തരുന്ന നമ്പർ. അപ്പം നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, 2/50 എന്നാണ് ചോദിച്ചുവെങ്കിൽ താഴെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു എങ്കിൽ
നമുക്ക് എന്ത് കിട്ടും? 100 എന്ന് കിട്ടില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 50നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 100 കിട്ടിയ പോലെ 2നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക, 4 കിട്ടും. ഇതിൻ്റെ ആൻസർ എത്രയായിരിക്കും? 0.04. ഓക്കെ. ഇനി ചിലപ്പോൾ 5/2 വരുവാണെന്ന് വെച്ചോളൂ. അപ്പോൾ എന്ത് ചെയ്യാം? 100 എന്നാക്കണ്ട, അതിന് പകരം 10 എന്നാക്കാം. നമുക്ക് താഴെ ഈ ഭാഗം 10 ആക്കണമെങ്കിൽ എന്ത് വേണം? 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. സോ 5 5s are 25 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ എത്ര വരും? 2.5. 5/20 ആണെങ്കിലോ? അപ്പോൾ 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 25s are 100 ആണ്. 5 5s are 25. ഇപ്പം എത്ര ആൻസർ വരും? 0.25. 5/4 എന്നുണ്ട്. ഇതിനെ 100 ആക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? 25 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തൂടെ? മേലെയും താഴെയും. അപ്പോൾ 4 25s are 100 കിട്ടും. മേലെ 5 × 25 125. 1.25. ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ഈ 2നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2ന് 50 ഇല്ല, ഒരു സൈഫർ ചേർത്തുന്നു പോയിന്റ് വെച്ചിട്ട്, അപ്പോഴും നമുക്കാവുന്നില്ല. വീണ്ടും ഒരു സൈഫർ ചേർത്ത് 20 കിട്ടി, 200 കിട്ടി. പിന്നെ 200ൽ 4 തവണയാണ് വരുന്നത് 0. ഇങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്തു. നമുക്ക് ഡിനോമിനേറ്റർ 10ഓ 100ഓ 1000ഓ അങ്ങനെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. നമ്മൾ ഇതുവരെ എത്ര ക്വസ്റ്റ്യൻ ചെയ്തു എന്നറിയോ? 38, 40, ഒരു 42, 50 ക്വസ്റ്റ്യനോളം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യിപ്പിക്കാൻ പോകുന്നത് ഇന്നലെ തന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതാരൊക്കെ പെട്ടെന്ന് ആൻസർ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് 4.44 മൈനസ് 0.330. നോക്കൂ, ഈ പോയിന്റ് ശേഷം നമ്പർ ഉണ്ടാ. ഈ നമ്പറൊക്കെ എഴുതിയതിന് ശേഷം വരുന്ന 0ന് വാല്യൂ ഇല്ല. നിങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. സോ 4.44 മൈനസ് 0.33. ഒന്നുകൂടി ചെയ്തിട്ട് ആൻസർ പറയൂ എത്രയാണെന്ന്. ഞാൻ ഇത് ഇന്നലെ ഇതിൽ തന്നിട്ടുണ്ടായിരുന്നു. തന്നിട്ടുണ്ടായിരുന്നു. എത്ര ആൻസർ കിട്ടി? ഒന്നുകൂടി ചെയ്ത ആൻസർ പറയൂ. സൂപ്പർ. സോ 4.44 മൈനസ് 0.33. 4ന് 3നെ കുറിച്ചാലോ 1, 4ന് 3നെ കുറിച്ചാലോ 1, 4ന് 0, 0നെ കുറിച്ച് 4. കറക്റ്റ് ആൻസർ, കറക്റ്റാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇങ്ങനെ എപ്പോഴും ആൻസർ ചെയ്യണം കേട്ടോ, അപ്പോഴാണ് മിസ്സിന് സന്തോഷം കിട്ടുന്നത്. വാല്യൂ ഓഫ് 1.1 മൈനസ് 1.01. ഒന്നുകൂടി ചെയ്ത് നോക്കിയിട്ട് ആൻസർ പറയൂ. ഇപ്പോൾ ഈ പോയിന്റ് ശേഷമുള്ള ഈ 0ന് വാല്യൂ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. ഇതിൻ്റെ കൂടെ ആരുണ്ട്? ഒരു ഡിജിറ്റും കൂടി, ഒരു നമ്പറും കൂടി വരുന്നുണ്ട്. അത് കാരണം ഈ 0ന് വാല്യൂ ഉണ്ട്. ഇത് കളയാൻ സാധിക്കില്ല. സോ 1.1 മൈനസ് 1.01. വൺ വരില്ല. നന്നായി ചെയ്യൂ. മൈനസ് അല്ലേ ഇവിടെ? 0.11 വരുമോ? നോ. 0.01. നോ. ഇവിടെ
ഇവിടെ ഒന്നുമില്ലെങ്കിൽ ഇവിടെ 0 ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 10ന്ന് 1 പോവില്ല. അപ്പോൾ നമ്മൾ കടം മേടിക്കും അല്ലേ 1. അപ്പോൾ ഇവിടെ 0 ആവും. ഈ 0 10 ആവും. 10ന്ന് 1 കുറച്ചാൽ 9. 0ന്ന് 0 കുറച്ചാൽ 0. 1ന്ന് 1നെ കുറച്ചാൽ 0. സോ 0.01 ആണ് വരിക. 0.09 ആണ് വരിക. ഓക്കെ. ഇന്നലെ ഈ ക്വസ്റ്റ്യൻ തെറ്റായി ചെയ്തവരൊക്കെ ആരൊക്കെയാണ് പറയൂ. ഞാൻ ചെയ്തു. ആ ഓക്കെ. അപ്പോൾ ശരിയായില്ലേ? ഇപ്പം മനസ്സിലായില്ലേ? 2.3 പ്ലസ് 0.62 മൈനസ് 1.39. മാം ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ ഓക്കെ, പറഞ്ഞു തരാം കേട്ടോ. സോ എപ്പോഴും ബോർഡ് മാസ് റൂള് ഓർമ്മയിൽ വേണം. എന്താണ് ബോർഡ് മാസ് റൂൾ ഓർമ്മയുണ്ടോ? ബ്രാക്കറ്റിനെ ഓപ്പൺ ചെയ്യുക, ഓഫ് എന്താണ് നോക്കുക, ഡിവിഷൻ ചെയ്യുക, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇതാണ് ഓർഡർ. അപ്പം അങ്ങനെ ഇരിക്കെ നമ്മൾ ആദ്യം അഡീഷൻ അല്ലേ ചെയ്യേണ്ടത്. ഇവിടെ അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അഡീഷനാണ് ചെയ്യേണ്ടത്. ഈ രണ്ടെണ്ണത്തിന് ആഡ് ചെയ്യണം. 2.3 0.62 ആഡ് ചെയ്യൂ. മാം ആഡ് ചെയ്യാനോ? ഇത് മാത്രം എത്ര വന്നു? ആഡ് ചെയ്യാനാണോ? ആ ഇത് മാത്രം ആഡ് ചെയ്താൽ മതി. ആ എത്ര വന്നു? 2.0 എങ്ങനെടാ വരും? ആ 9. യെസ് കറക്റ്റ്, 2.92. സോ 0ൻ്റെ കൂടെ 2നെ ആഡ് ചെയ്യുമ്പോൾ 2 കിട്ടി. 3ൻ്റെ കൂടെ 6നെ ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടി. 0.0ൻ്റെ കൂടെ 2നെ ആഡ് ചെയ്യുമ്പോൾ 2 കിട്ടി. 3ൻ്റെ കൂടെ 6നെ ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടി. 2ൻ്റെ കൂടെ 0നെ ആഡ് ചെയ്യുമ്പോൾ 2 കിട്ടി. സോ 2.92 കിട്ടി. ഇതിനെ എന്ത് മൈനസ് ചെയ്യണം അല്ലേ? ഈ മൈനസ് സൈൻ ഇവിടെ ഇട്ട് കൊടുത്തു. 1.39. സോ നിങ്ങൾ ചെയ്യേണ്ടത് 2.92 മൈനസ് 1.39 ചെയ്തിട്ട് ആൻസർ പറയും. ആരാ വീട്ടിലെ ടി വി കാണുന്നേ? നോക്കാം. ഇവിടെ 12, ഇവിടെ 2 ഉണ്ട്. 2ന്ന് 9 പോവില്ല. അടുത്ത കടം മേടിക്കണം. സോ 9 വന്ന് 8 ആയിട്ട് മാറും. ഇവിടെ 12 വരും. 12ന്ന് 9 പോയാൽ 3, 8ന്ന് 3 പോയാൽ 5, ഇവിടെ 2ന്ന് 9 പോയാൽ 1. 1.39 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് പ്രോഡക്റ്റ് ഓഫ് 1.2 into 0.6 into 3.12 into 0.03 is equal to എന്തായി? എല്ലാവർക്കും അങ്ങനെയാണോ? സ്ക്രീൻ കാണുന്നില്ലേ?
കാണുന്നുണ്ട്. ആരുടെ വീട്ടിലെ ടി വി ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഓക്കെ. സോ 0.067392 ഏതാണ് ആൻസർ വരിക എന്ന് പറയൂ. ആദ്യം നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയണത് ഇവിടെ പോയിൻ്റ് ശേഷം എത്രയൊക്കെ വരുന്നു നോക്കൂ. ഇവിടെ പോയിൻ്റ് ശേഷം ഒരു ഡിജിറ്റ്, ഇവിടെ ഒരു ഡിജിറ്റ്, ഇവിടെ 2, ഇവിടെ 2. സോ 1 + 1 + 2 + 2. 1 + 1 2, 2 + 2 4, 4 + 2 6. 6 ഡിജിറ്റ് പോയിൻ്റ് ശേഷം ഏത് ഓപ്ഷനിൽ വരുന്നോ നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻ വരുന്നുണ്ട് അല്ലേ? ഇതും വരുന്നുണ്ട്, ഇതും വരുന്നുണ്ട്. അപ്പോൾ ഇത് വരില്ല, ഇത് വരില്ല എന്നുള്ളത് ഉറപ്പിക്കാം. അപ്പോൾ ഇതാണോ എന്നുള്ള സംശയം വരും നമുക്ക്. അതിനൊരു എളുപ്പ വഴിയുണ്ട്. 12 × 6 × 312 കിട്ടി. എടാ ഒരു മിനിറ്റ്, ഇവിടെ 3 ഉണ്ടായിരുന്നേ. പോയിന്റ് ശേഷം 7 ഡിജിറ്റാണ് മൊത്തം വേണ്ടത്. ഒരു മിനിറ്റ്, ഞാൻ വീണ്ടും പറയാം. 1.2 × 0.6 × 3.12 × 0.03 ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പോയിൻ്റ് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്? പോയിൻ്റ് ശേഷം ഇവിടെ ആണെങ്കിൽ 1, ഇവിടെ 2, 2 പ്ലസ് ഒരു 2 4 4 + 2 6 6 ഡിജിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഓപ്ഷൻസിൽ എവിടെയാണോ പോയിൻ്റ് ശേഷം 6 ഡിജിറ്റ് വന്നിരിക്കുന്നത് നോക്കുക. നോക്കടാ. അപ്പോൾ 2 ഓപ്ഷനായിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? 12 × 6 മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ലാസ്റ്റ് നമ്പർ മാത്രം എന്ത് വരുന്നു നോക്കൂ. ഇത് ഈസി മെത്തേഡാണ്. ലാസ്റ്റ് നമ്പർ മാത്രം 2 × 6 12. 2 × 6 എത്രയാണ്? 12. ഇതിൻ്റെ ലാസ്റ്റ് നമ്പർ മാത്രം എടുക്കൂ. ഇതിൻ്റെ ലാസ്റ്റ് നമ്പർ എടുക്കും. × 2 എത്ര വന്നു? 4. വീണ്ടും ഈ 4നെ വെച്ചിട്ട് ഈ ലാസ്റ്റ് നമ്പർ മാത്രം മൾട്ടിപ്പിൾ ചെയ്യും. 12. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് തീർച്ചയായിട്ടും 2ൽ അവസാനിക്കുന്ന നമ്പർ ആയിരിക്കും. സോ ആൻസർ 1. ഇങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നോർമൽ മെത്തേഡിൽ നിങ്ങൾ ചെയ്യണം കേട്ടോ. നോർമൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ 12നെ 6 കൊണ്ട് ഗുണിക്കുക, കിട്ടുന്ന ആൻസറിനെ 312 കൊണ്ട് ഗുണിക്കുക, കിട്ടുന്ന ആൻസറിനെ 3 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ നമുക്ക് ഒരു ആൻസർ കിട്ടും. ആ ആൻസറിൽ പോയിൻ്റ് ശേഷം 6 ഡിജിറ്റ് വരുന്ന രീതിയിൽ നമ്മൾ എഴുതി വയ്ക്കുക. അപ്പോൾ ഇതിലേതാ ഓപ്ഷൻ നോക്കിയിട്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ. 5ാമത്തേത് ദ പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് പറഞ്ഞാൽ എന്താ അർത്ഥം? 100നെ മൾട്ടിപ്പിൾ വെറും മൾട്ടിപ്പിൾ ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. ഇസ് ഈക്വൽ ടു. സോ ഓപ്ഷൻസ് കാണിച്ചു തരാം, എളുപ്പത്തിൽ പറയാൻ സാധിക്കും. 0.000125, 0.000125, third one 0.125, fourth one 0.0125. ലാസ്റ്റ് ആണോ? ഒന്നും കൂടി ഉറപ്പിക്കും. സെക്കൻഡ് വൺ ആണോ? എത്രടാ? സെക്കൻഡ് വൺ. സെക്കൻഡ് വൺ 0.000125. യെസ്, കറക്റ്റാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ പോയിൻ്റ് ശേഷം ടോട്ടലായിട്ട് 6 ഡിജിറ്റ് ഉണ്ട്. ഇവിടെ എല്ലാം മൾട്ടിപ്ലിക്കേഷനാണ്. ഇവിടെ പോയിൻ്റ് ശേഷം 1 ഡിജിറ്റ്, ഇവിടെ പോയിൻ്റ് ശേഷം 2 ഡിജിറ്റ്, പ്ലസ് ഇവിടെ പോയിൻ്റ് ശേഷം 3 ഡിജിറ്റ്. എന്താണ് കിഷാൻ? ബ്ലറായി കേൾക്കുന്നു. ഇതെന്താ പറ്റി? എല്ലാവർക്കും അങ്ങനെയാണോ? ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കേൾക്കും. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കേൾക്കുന്നുണ്ടോ? എന്താ പ്രശ്നം? ശരി, ഇപ്പോൾ വോയിസ് ക്ലിയർ ആണോ? ഓക്കെ. ആരുടെ വീട്ടിലാണ് ടി വി ഓടിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചിട്ടിരിക്കുന്ന ആരും ആൻസർ ചെയ്യുന്നില്ല.
ആരുടെ വീട്ടിലെ ടി വി ഓടിയിട്ടിരിക്കുന്നത്? കിഷാൻ്റെ വീട്ടിലാണോ, ദയയുടെയാണോ, അവന്തികയുടെയാണോ? ആൻസർ ചെയ്യൂ. കിഷാൻ അൺമ്യൂട്ട് ചെയ്യൂ. ഇവിടെ 1 + 2 + 3 ഡിജിറ്റ് അല്ലേ വരുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര ഡിജിറ്റ് മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ പോയിന്റ് വെക്കേണ്ടത്? കിഷാൻ പറയൂ. അവന്തിക 6 വരെ 6 ഡിജിറ്റ് മാറ്റി നിർത്തിയിട്ട് നമ്മൾ പോയിന്റ് വെക്കണം. സോ ഈ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ പോയിന്റ് ശേഷം 5 ഡിജിറ്റേ ഉള്ളൂ. ഈ ഓപ്ഷൻ എടുക്കണമെങ്കിൽ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഈ ഓപ്ഷൻ എടുക്കണമെങ്കിൽ 3 ഡിജിറ്റേ ഉള്ളൂ. ഇതിലാണെങ്കിൽ 4 ഉള്ളൂ. സോ ഇത് വരില്ല, ഇത് വരില്ല, ഇത് വരില്ല. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അവന്തിക അവന്തികയുടെ വീട്ടിലല്ലേ ടി വി ഓൺ ചെയ്തിരിക്കുന്നത്? എന്താ അവന്തിക അത് പറയാത്ത? ആരാ ടി വി കാണുന്ന ആളാരാ? അച്ഛനാണോ അമ്മയാണോ? റേഡിയോ. ആ റേഡിയോ. റേഡിയോയുടെ വോള്യൂം ഒന്ന് കുറവാക്കി വെക്കൂ. അല്ലെങ്കിൽ ഓഫാക്കി ഇടൂ. ക്ലാസ് കഴിയണ വരെ ഓഫാക്കി ഇടൂ. എന്താ വെച്ചാൽ നിങ്ങളുടെ ശ്രദ്ധ ഇല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻ വരും നിങ്ങൾക്ക്. ആ കഴിയണ വരെ ഒന്ന് ഓഫാക്കി ഇടാൻ പറയൂ നമ്മുടെ അടുത്ത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറിയിരിക്കാൻ പറ്റുവാണെങ്കിൽ മാറിയിരിക്കൂ. സോ 2.5 × 0.01 എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഏതായിരിക്കും ആൻസർ? ഫസ്റ്റ് ഓപ്ഷൻ വരുമോ? ഫസ്റ്റ് ഓപ്ഷനിൽ പോയിന്റ് തന്നിട്ടുണ്ടോ? മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും പോയിന്റ് വെച്ച് വേണം വരാൻ. ഈ ഓപ്ഷൻ വരുമോ? 25 വരുമോ? ലാസ്റ്റ് ആണെന്ന് കിഷാൻ പറയുന്നു. എത്രയായിരിക്കും വരിക? തേർഡ് വൺ അല്ലേ? പോയിന്റ് ശേഷം ഇവിടെ ഒരു ഡിജിറ്റ്, ഇവിടെ 2 ഡിജിറ്റ് ഉണ്ട്. ടോട്ടലി 3 ഡിജിറ്റ് വരുന്നു. തീർച്ചയായിട്ടും ഇത് വരില്ല, ഇത് വരില്ല. ഇതോ അല്ലെങ്കിൽ ഇതോ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ മനസ്സിലാക്കുക. 2.5നെ നമുക്ക് എങ്ങനെ എഴുതാം? 25/10 എന്ന് എഴുതാം. ഇൻറ്റു 0.01നെ എങ്ങനെ എഴുതാം? 1/100 എന്ന് എഴുതാം. പോയിന്റ് ശേഷം 2 ഡിജിറ്റ് ആയത് കാരണം 100 എഴുതിയത്. ഇനി 25 × 1 എത്ര? 25 ÷ 10 × 100 എത്ര? 1000 വരും. ഇനി പോയിന്റ് ശേഷം എത്ര ഡിജിറ്റ് വരണം? 3 ഡിജിറ്റ് വരണം. ഇപ്പോഴും അങ്ങനെയാണോ? ശരി, അപ്പം ഞാൻ ക്ലാസ് നിർത്താം കേട്ടോ. ഇനി വൈകുന്നേരം എടുക്കാം. ഓക്കെ. നിങ്ങൾ നെറ്റ് ഇഷ്യൂ വൈകുന്നേരം അല്ലേ? അത് ഞാൻ പറയാം കേട്ടോ. ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ ടെസ്റ്റ് ചെയ്ത് തരുന്നുണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ ഓക്കെ. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ.